നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ലോക യോഗാ ദിനം. വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് മുദ്രാവാക്യം. യോഗാ ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഭാരതാംബ ചിത്രത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവൻ. പരിപാടി രാജ്ഭവനിലെങ്കിൽ ഭാരതാംബ ചിത്രമുണ്ടാകും. മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ രാജ്ഭവൻ. എൻ പ്രശാന്ത് IAS സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം അട്ടിമറിച്ച് ജയതിലക്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ചീഫ് സെക്രട്ടറി പാലിച്ചില്ല. റിവ്യൂ കമ്മിറ്റി ശുപാർശ അട്ടിമറിച്ചെന്ന് രേഖകൾ. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. വാളയാറിൽ പുലി പിടിച്ചുകൊണ്ടുപോയ 4 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കി. സംഘർഷം ദീർഘകാലം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. ലോക യോഗാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിന മുദ്രാവാക്യം. എല്ലാ രോഗങ്ങൾക്കും യോഗയിൽ പരിഹാരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് യോഗ ഡേ ആണ്. 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം യോഗയുടെ മഹത്വം ലോകമറിഞ്ഞു. 2014 തന്നെ ഐക്യരാഷ്ട്രസഭ യോഗയെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുകയും 2015 അന്താരാഷ്ട്ര തലത്തിൽ 170 രാജ്യങ്ങളിൽ ഈ യോഗ ആചരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ സമ്മേളനങ്ങൾ നടന്നു. ഇപ്രാവശ്യം 100,000 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ഇന്ന് ഇതുപോലെ യോഗാ സംഗമം നടന്നത്. വൺ വേൾഡ് വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന മുദ്രാവാക്യവുമായിട്ടാണ്, മോട്ടോയുമായിട്ടാണ് ഇന്ന് ഈ മെസ്സേജ് കൊടുത്തത്. ലോകത്തിൻ്റെ മുഴുവൻ ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണത്തിന് യോഗ പ്രയോജനപ്പെടും എന്നാണ് ഈ സന്ദേശത്തിൽ നൽകുന്നത്. ഇതിൽ പങ്കെടുത്ത രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തും. ഭാരതാംബ ചിത്രത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവനിൽ നടന്ന പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അടുത്ത തവണ ഗവർണറും മുഖ്യമന്ത്രിയും നേരിട്ട് കാണുമ്പോൾ അതൃപ്തി അറിയിക്കും. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇരു കൂട്ടരും 2 ധ്രുവങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. രാജ്ഭവനിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തിയാൽ ഭാരതാംബ ചിത്രമുണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ പരിപാടിയായാലും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. അതുകൊണ്ട് സർക്കാരാണ് രാജ്ഭവനിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം നടന്ന സ്കൗട്ട് പരിപാടി സർക്കാർ പരിപാടി ആയിരുന്നില്ലെന്നും രാജ്ഭവൻ കൂട്ടിച്ചേർത്തു. രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടില്ലെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം തെറ്റാണെന്നും വൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദം തെരുവിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. കോഴിക്കോട് തളിയിലെ ജൂബിലി ഹാളിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. എന്നാൽ ഇതിനിടെ അവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി. ഇതേ തുടർന്ന് പോലീസ് ഇടപെടുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇരു വിഭാഗത്തെയും പിടിച്ചുമാറ്റി. യുവമോർച്ച പ്രവർത്തകരെ SFIക്കാർക്ക് മർദ്ദിക്കാനായി പോലീസുകാർ ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ചായ കുടിക്കാൻ പോയ പ്രവർത്തകരെയാണ് മർദ്ദിച്ചതെന്ന് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ KP പ്രസാദ് ബാബു പറഞ്ഞു. തങ്ങളുടെ പ്രവർത്തകരെ CPIM പ്രവർത്തകരും പോലീസും തല്ലി. കൊള്ളാൻ മാത്രം പഠിച്ചവരല്ല തങ്ങൾ. പോലീസുകാർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടിക്ക് തിരിച്ചടി നൽകും. അടിച്ചു തീർക്കാനാണെങ്കിൽ അടിച്ചു തീർക്കാം. പോലീസ് വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് BJPക്ക് അറിയാമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. M5 ന്യൂസ്, കോഴിക്കോട്. വിവാദങ്ങൾക്കിടെ ഭാരതാംബയുടെ കയ്യിലെ കാവിക്കൊടിയും ഭൂപടവും ഒഴിവാക്കി BJP. സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരായ പ്രതിഷേധത്തിന്റെ പോസ്റ്ററിലുള്ളത് ദേശീയ പതാകയേന്തിയ ഭാരതാംബയാണ്. BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് പോസ്റ്റർ പങ്കുവച്ചത്. ഇന്ന് നടന്ന BJPയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പരിപാടിയുടെ പോസ്റ്ററിലാണ് തിരുത്ത്. ഭാരതമാതാവിന് പുഷ്പാർച്ചന എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ പോസ്റ്ററിലാണ് ദേശീയ പതാകയേന്തിയ ഭാരതാംബയുള്ളത്. ഇന്ന് രാവിലെ 10:30 നടന്ന ഉദ്ഘാടന ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത്.
ജൂൺ 5-ന് കൃഷിവകുപ്പ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് കഴിഞ്ഞ ദിവസം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചിരുന്നു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ രാജ്യ പുരസ്കാര വിതരണ ചടങ്ങാണ് വിദ്യാഭ്യാസ മന്ത്രി ബഹിഷ്കരിച്ചത്. തുടർന്ന് പരിപാടി ബഹിഷ്കരിച്ച മന്ത്രിക്കെതിരെ രാജ്ഭവൻ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ച് BJP. സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പുഷ്പാർച്ചന നടത്തിയത്. ഇന്ന് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത്. കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിലാണ്. ഇനി ശിവൻകുട്ടിയുടെയും നമ്മുടെ പ്രസാദ് മന്ത്രിയുടെയും എതിർപ്പ് കൊടിയോടാണ് എങ്കിൽ, ഭാരതാംബയുടെ അല്ല എങ്കിൽ, ഒരു സ്ത്രീ ഈ ചിത്രം പിടിച്ച് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ചിത്രം, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൊടിയുടെ നിറമല്ല അവരുടെ തർക്കത്തിൻ്റെ അടിസ്ഥാനം. അവരുടെ തർക്കത്തിൻ്റെ അടിസ്ഥാനം അവിടെ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തോടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ആളുകൾ ഭരണഘടനയോട് ഇവരുടെ കൂറും പ്രതിബദ്ധതയും എത്രയുണ്ട് എന്നറിയണമെങ്കിൽ നിയമസഭയിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി നടത്തിയ പ്രകടനം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ നിന്നും മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയ സംഭവം പ്രോട്ടോകോൾ ലംഘനമെന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. രാജ്ഭവനിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണെന്നും ക്ലിഫ് ഹൗസിലെ കാര്യം മുഖ്യമന്ത്രിയും നിയമസഭയിൽ ആര് വേണമെന്നത് തീരുമാനിക്കുന്നത് ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്ഭവനിൽ എന്ത് വേണമെന്ന് ഗവർണറും ക്ലിഫ് ഹൗസിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിയും നിയമസഭയിൽ എന്ത് വേണമെന്ന് ജനങ്ങളും തീരുമാനിക്കുന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭാരതാംബ ആരുടെയെങ്കിലും മാത്രം ചിഹ്നമാണ്. ഭാരതാംബ എല്ലാവരുടെയും അമ്പയാണ്. അതുകൊണ്ട് ഭാരതാംബയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ജവാൻ വിളിക്കുന്ന ഭാരതാംബ ഏതാണെന്ന് അവരോട് ചോദിക്കൂ. കുറച്ച് മാറി എന്ന് ചോദിക്കാവുള്ളൂ. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നലെ മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ സർക്കാർ അത് ഇതുവരെ വിതരണം ചെയ്തില്ലെന്ന് ആലപ്പുഴ MPയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ. ശശി തരൂർ ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറുടെ നടപടിയെയും വിമർശിച്ചു. ക്ഷേമ പെൻഷന് എല്ലാവർക്കും അവകാശമുണ്ടെന്നും കുടിശ്ശികയാക്കി വെക്കുന്ന പെൻഷൻ തുക തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന രീതിയെയാണ് താൻ വിമർശിച്ചതെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. അതിന് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ മാസത്തെ പെൻഷൻ ജൂൺ 20 മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ അത് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് പ്രഖ്യാപനം നടത്തിയത്. ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. ഇത് ജനത്തെ കബളിപ്പിക്കുന്നതാണെന്നും KC പറഞ്ഞു. ശശി തരൂർ പാർട്ടിയെ അറിയിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം വിദേശയാത്ര ചെയ്യുന്നതിനെപ്പറ്റിയുള്ള ചോദ്യത്തോട് നല്ല കാര്യമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ 52 വെട്ടുവെട്ടുന്ന പാർട്ടിയല്ല. ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. M5 ന്യൂസ്, ആലപ്പുഴ. ജനങ്ങൾ തീരുമാനിക്കുന്ന ആളായിരിക്കും നിലമ്പൂർ MLA എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PV അൻവർ. നിലമ്പൂരിൽ താൻ ജയിച്ചില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണമെന്നും അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തെളിഞ്ഞ പിണറായിയും ഒളിഞ്ഞ പിണറായിയും തമ്മിലാണ് നിലമ്പൂരിൽ മത്സരം നടക്കുന്നത്. താൻ ജയിച്ചില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം, ഒളിഞ്ഞ പിണറായി വിജയിക്കണം. സ്വരാജിനെയാണ് താൻ തെളിഞ്ഞ പിണറായി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നും അൻവർ വ്യക്തമാക്കി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉദാത്ത മാതൃക തീർത്ത് BLM. നിർധനരായവർക്കും രോഗികൾക്കും സഹായഹസ്തം നീട്ടി BLM കാസർഗോഡ് മെമ്പേഴ്സ് മീറ്റ്. 1000-ലധികം സഹകാരികൾ പങ്കെടുത്ത മീറ്റ് BLMന്റെ അമരക്കാരൻ R പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. 128 ബ്രാഞ്ചുകളോടെ കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി
10 ലക്ഷത്തിലധികം മെമ്പർമാരാണ് BLM-നുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സഹകരണ പ്രസ്ഥാനമാണ് BLM. നിക്ഷേപകർക്ക് കൃത്യമായ ലാഭവിഹിതവും നിക്ഷേപവും കഴിഞ്ഞ 21 വർഷക്കാലയളവിൽ തിരികെ നൽകി വിശ്വാസ്യത നേടിയെടുക്കാൻ ഭാരതലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കഴിഞ്ഞതായി BLM-ന്റെ ഫൗണ്ടർ കൂടിയായ R. പ്രേംകുമാർ പറഞ്ഞു. നെഞ്ചുയർത്തി നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ പോവാൻ ഈ പ്രസ്ഥാനം BLM എന്ന് പറഞ്ഞ 3 അക്ഷരം ദൈവം കടാക്ഷമായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു സൊസൈറ്റി ആയിട്ട് എന്നും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി എന്നും നമ്മളെ പ്രവർത്തകരും ഞാനും നിങ്ങളൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളെ കരങ്ങൾക്ക് സർവീഷൻ തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണൂർ കാസർഗോഡ് മെമ്പേഴ്സ് മീറ്റ് പയ്യന്നൂർ കോട്ടണച്ചേരി ടെമ്പിൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ BLM വൈസ് പ്രസിഡന്റ് A. വേദവ്യാസൻ അധ്യക്ഷനായിരുന്നു. N. കരുണാമൂർത്തി മുഖ്യ അതിഥിയായി. ഡയറക്ടർ VKCB, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മനോജൻ, അനുറാം, PRO VP സൈതലവി, DGM ജ്യോതിപ്രകാശ്, ഡെപ്യൂട്ടി PROമാരായ മോഹനൻ എടത്തനാട്ടുകര, മിലിയറാണി, ബിസിനസ് ഹെഡ് പങ്കജവല്ലി, AGMമാരായ പ്രസന്നൻ, വിനോദ്, വിനീത, നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സോണൽ ഹെഡ് സുർജിത്ത് സ്വാഗതവും സ്റ്റേറ്റ് ഹെഡ് സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിർധനരായവർക്ക് തളിപ്പറമ്പ്, പയ്യന്നൂർ, ചെറുകുന്ന്, ശ്രീകണ്ഠാപുരം, കണ്ണൂർ, കാഞ്ഞങ്ങാട്, ചക്കരക്കൽ, ചെറുവത്തൂർ, കാസർഗോഡ് തുടങ്ങിയ ബ്രാഞ്ചുകൾ ചേർന്ന് 6 വീൽ ചെയറുകളും നിർധനരായ 4 രോഗികൾക്ക് ചികിത്സാ സഹായവും സ്കൂൾ കുട്ടികൾക്കുള്ള പാത്രങ്ങളും കൈമാറി. M5 ന്യൂസ്, കണ്ണൂർ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി BLM കോട്ടക്കൽ ബ്രാഞ്ചിൽ യോഗ പരിശീലനം നടന്നു. ബ്രാഞ്ച് കോർഡിനേറ്റർ കോട്ടക്കൽ മുരളിയും ഡെപ്യൂട്ടി ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറായ സതീഷ് കുന്നത്തും പരിപാടിക്ക് നേതൃത്വം നൽകി. യോഗ ഇൻസ്ട്രക്ടറായ ജസ്ന യോഗ പരിശീലനം നൽകി. BLM സ്റ്റാഫ് അംഗങ്ങളും BLM ഫീൽഡ് സ്റ്റാഫ് അംഗങ്ങളുടെ കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. മാസങ്ങളായി സസ്പെൻഷനിൽ തുടരുന്ന N. പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ശുപാർശ ചീഫ് സെക്രട്ടറി ജയതിലക അട്ടിമറിച്ചെന്ന് രേഖ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം മറികടന്ന് ചട്ടവിരുദ്ധമായ ഇടപെടലിലൂടെയാണ് ജയതിലക ഈ നീക്കം നടത്തിയത്. ജയതിലകനെതിരായ വിമർശനത്തിന്റെ പേരിലാണ് N. പ്രശാന്ത് സസ്പെൻഷനിലായത്. ചീഫ് സെക്രട്ടറിയാണ് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. കഴിഞ്ഞ ഏപ്രിൽ 24 തന്നെ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനമെടുത്തിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അധ്യക്ഷയായ റിവ്യൂ കമ്മിറ്റിയാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ ശുപാർശ നൽകിയത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ബിശ്വന്ത് സിൻഹയും KR ജ്യോതിലാലുമായിരുന്നു ആ സമിതിയിലെ മറ്റംഗങ്ങൾ. എന്നാൽ ശാരദാ മുരളീധരൻ സ്ഥാനമൊഴിയുകയും ജയതിലക് തൊട്ടുപിന്നാലെ ചീഫ് സെക്രട്ടറി ആവുകയും ചെയ്തു. N. പ്രശാന്ത് ആരോപണം ഉന്നയിച്ചത് ജയതിലകിനെതിരെയാണെന്നതിനാൽ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ തലപ്പത്ത് ജയതിലകിന് പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗണ്ഡയെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തി. എന്നാൽ ഇത് നടപ്പാക്കിയില്ല. ചീഫ് സെക്രട്ടറിയായി അധികാരമേറ്റ ജയതിലക് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 2 മതിയെന്ന് ഉത്തരവിറക്കി. ഇതിലൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗണ്ഡയെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് ജയതിലകന്റെ അധ്യക്ഷതയിൽ പുതിയ സമിതി മെയ് 5-ന് യോഗം ചേർന്ന് N. പ്രശാന്തിന്റെ സസ്പെൻഷൻ 180 ദിവസത്തേക്ക് കൂട്ടിനിർത്താൻ തീരുമാനിച്ചു. സർവീസിൽ തിരിച്ചെടുക്കാമെന്ന ശുപാർശ ചെയ്ത് 12-ാം ദിവസമാണ് പുതിയ കമ്മിറ്റി നടപടി നീട്ടിയത്. സസ്പെൻഷൻ നീട്ടണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതിയും ആവശ്യമുണ്ട്. ആ അനുമതി തേടിയതായി രേഖകളിലില്ല. M5 ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. വീടിന്റെ മതിൽ തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ ആലോടിയൻ നാലകത്ത് ഹൈദരാലിയുടെ വീടിന് മുന്നിലെയും പിന്നിലെയും ചുറ്റുമതിൽ തകർത്ത കാട്ടാന പന, തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു. കേരള അതിർത്തി മേഖലയായ തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പുലി പിടിച്ചുകൊണ്ടുപോയ 4 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. എസ്റ്റേറ്റ് ലയത്തിൽ നിന്ന് 300 മീറ്റർ മാറി കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പകുതി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലി ആക്രമിച്ച ശേഷം ഉപേക്ഷിച്ചു പോകുകയായിരുന്നുവെന്നാണ് കരുതൽ. കുഞ്ഞിനായി ഇന്നലെ വൈകിട്ട് മുതൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ കാട്ടിൽ നടത്തിയ വ്യാപക തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജാർഖണ്ഡ് സ്വദേശികളായ മനോജ് ഗുപ്ത, മോനിക്ക ദേവി ദമ്പതികളുടെ മകളാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 6ഓടെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 4 വയസ്സുകാരിക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായത്. നിരന്തരമായി പുലി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് വാൽപ്പാറ. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.
കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മധ്യവയസ്കൻ അറസ്റ്റിൽ. മലപ്പുറം MSP ക്യാമ്പിന് സമീപം താമസിക്കുന്ന നെച്ചിക്കുന്നത്ത് വീട്ടിൽ രാഘവന്റെ മകൻ വേണുഗാനനാണ് അറസ്റ്റിലായത്. കൂരിയാട് നിന്നും കോഴിക്കോട്ടേക്ക് ബസ്സിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തലപ്പാറയിൽ ബസ് തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. വായു മലിനീകരണം ചെറുക്കാൻ കർശന നടപടികളുമായി ഡൽഹി. ദേശീയ തലസ്ഥാന മേഖലയിലെ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് അടുത്ത മാസം മുതൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ല. 15 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 10 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കുമാണ് 2025 ജൂലൈ 1 മുതൽ ഇന്ധന വിലക്ക് വരുന്നത്. ഇറാനിൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗത്തിലാണ് ഇസ്രായേൽ നിലപാട് അറിയിച്ചത്. ഇസ്രായേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ തുറന്നടിച്ചു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥന ഇസ്രായേൽ തള്ളി. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് 8ാം ദിവസമാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി വിഷയം ചർച്ചയ്ക്കെടുത്തത്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. മേഖലയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇസ്രയേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് യോഗത്തിൽ ഇറാൻ ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഇറാൻ അംബാസിഡറുടെ പ്രസംഗം. എന്നാൽ സമാധാനം വിദൂരമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം. ഇറാൻ ഇരവാദം ഉയർത്തരുതെന്നും ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും ഇസ്രയേൽ നിലപാടെടുത്തു. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണിതെന്നാണ് ഇസ്രയേൽ വാദം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പു പറയില്ലെന്ന് ഇസ്രയേൽ അംബാസിഡർ ഡാനി ഡെനോൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബലിന് നാമനിർദ്ദേശം ചെയ്ത് പാകിസ്ഥാൻ. ഇന്ത്യ പാക് സംഘർഷത്തിലെ നിർണായക നയതന്ത്ര ഇടപെടൽ കണക്കിലെടുത്താണ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുന്നതെന്ന് പാക് സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എക്സിലൂടെയാണ് ട്രംപിനെ സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യുന്നതായി പാകിസ്ഥാൻ സർക്കാർ അറിയിച്ചത്. പിന്നാലെ ട്രംപിന്റെ പ്രതികരണവുമെത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഇടപെട്ടതിനുൾപ്പെടെ നിരവധി സമാധാന ശ്രമങ്ങൾക്ക് താൻ നോബൽ പുരസ്കാരത്തിന് അർഹനാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ നോബൽ സമ്മാനം തനിക്ക് തരില്ലെന്നും അതവർ ലിബറലുകൾക്ക് മാത്രമേ നൽകുകയുള്ളൂവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുള്ള ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ഇന്ത്യയിലെ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടിക്ക് വ്യോമയാന റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവിട്ടു. എയർ ഇന്ത്യ സ്വമേധയാ വീഴ്ചകൾ വെളിപ്പെടുത്തിയതോടെയാണ് DGCA കടുത്ത നടപടി സ്വീകരിച്ചത്. നിർബന്ധിത ലൈസൻസിംഗ്, വിശ്രമം, പ്രവർത്തന പരിചയം എന്നിവ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെ വിമാന ജീവനക്കാരെ ഷെഡ്യൂൾ ചെയ്യുകയും പറക്കാൻ അനുവദിക്കുകയും ചെയ്തുവെന്ന് എയർ ഇന്ത്യ സമ്മതിക്കുകയായിരുന്നു. IRMS സിസ്റ്റത്തിൽ നിന്ന് CAE ഫ്ലൈറ്റ് ആൻഡ് ക്രൂ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്കുള്ള മാറ്റത്തിന് ശേഷമുള്ള പരിശോധനയിലാണ് ഈ ലംഘനങ്ങൾ കണ്ടെത്തിയത്. കമ്പനി സ്വമേധയാ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ജീവനക്കാരുടെ ഷെഡ്യൂളിംഗ്, നിരീക്ഷണം, ആഭ്യന്തര ഉത്തരവാദിത്തം എന്നിവയിലെ വ്യവസ്ഥാപിത പിഴവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ചൂര സിംഗ്, പിങ്കി മിത്തൽ, പായൽ അറോറ എന്നിവരെയാണ് DGCA നേരിട്ട് ഉത്തരവാദികളായി കണ്ടെത്തിയിരിക്കുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകരുകയും 241 പേർ മരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഉത്തരവ് വരുന്നത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി കർണാടക സർക്കാർ. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന കുറ്റവാളികൾക്ക് 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കും. ഇത് അനുശാസിക്കുന്ന നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങളുടെ വേഗത്തിലുള്ള വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. അവ കേസെടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 വർഷം മുൻപ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതു മുതൽ കർണാടകയിൽ പ്രചരിച്ച തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും ഉൾപ്പെടുത്തി നിയമത്തിന്റെ കരട് ഈ ആഴ്ച ആദ്യം മന്ത്രിസഭയ്ക്ക് മുന്നിൽ വച്ചിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ വാർത്തകൾക്ക് പൂർണ്ണമായ നിരോധനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ നിയമം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.
താരസംഘടനയായ AMMAയിൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനായി തെരഞ്ഞെടുപ്പ് നടന്നേക്കില്ലെന്ന് സൂചന. സംഘടനയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ നാളെ നടക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ അടക്കം നിലവിലെ ടീം തന്നെ മിക്ക സ്ഥാനങ്ങളിലും തുടരും. തെരഞ്ഞെടുപ്പ് നടന്നാൽ താൻ ഭാരവാഹിത്വം ഏറ്റെടുക്കില്ലെന്നാണ് മോഹൻലാലിന്റെ നിലപാട്. ബാബുരാജിനെ ജനറൽ സെക്രട്ടറിയാക്കുന്നത് ജനറൽ ബോഡി ചർച്ച ചെയ്യും. അതേസമയം സംഘടനയിൽ ഭാരവാഹിത്വം വഹിക്കാൻ താല്പര്യമില്ലെന്ന് ഉണ്ണി മുകുന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ട്രഷറർ സ്ഥാനത്ത് ഉണ്ണി മുകുന്ദന് പകരം മറ്റൊരു താരമെത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക യോഗാ ദിനം. വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് മുദ്രാവാക്യം. യോഗാ ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഭാരതാംബ ചിത്രത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവൻ. പരിപാടി രാജ്ഭവനിലെങ്കിൽ ഭാരതാംബ ചിത്രമുണ്ടാകും. മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ രാജ്ഭവൻ. എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം അട്ടിമറിച്ച് ജയതിലക്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ചീഫ് സെക്രട്ടറി പാലിച്ചില്ല. റിവ്യൂ കമ്മിറ്റി ശുപാർശ അട്ടിമറിച്ചെന്ന് രേഖകൾ. വയനാട്ടിൽ വീണ്ടും കാട്ടാനാക്രമണം. വാളയാറിൽ പുലി പിടിച്ചുകൊണ്ടുപോയ 4 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. ഇസ്രായേൽ-ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കി. സംഘർഷം ദീർഘകാലം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.